ഹായ് എല്ലാവർക്കും 4K ഫിലിം എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡ് സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി നോൺ വെജ് ഐറ്റമാണ്. നമ്മൾ ഇങ്ങനെ കോയമ്പത്തൂർ പോയപ്പം അവിടെ ഒരു ഹോട്ടലിൽ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് എഴുതിയേക്കുന്നുണ്ട്, ചിന്താമണി ചിക്കൻ. അപ്പോൾ ഞാൻ എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു. അതിൻ്റെ റെസിപ്പി അപ്പം തന്നെ ചോദിച്ചറിയേ അത് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിന്താമണി ചിക്കനാണ്. അപ്പോൾ ചിന്താമണി ചിക്കൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചിന്താമണി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിന്താമണി ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം. വേറെ ഒന്നുമില്ല, മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഞാനിപ്പോൾ ചിക്കൻ എടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞു. ചിക്കനകത്തോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മതിയേ. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി വെക്കാം. നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഇതിനകത്തിപ്പം. ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്യാനെ കൊണ്ടൊന്ന് ഇളക്കി. ഈ മഞ്ഞൾപ്പൊടി ഇടുമ്പം ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷാംശം നമ്മുടെ മീറ്റിനകത്തൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടും. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണക്കം ഇളക്കി. ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റത്തേക്ക് ഇതൊന്ന് നല്ലോണക്കം മാഗ്നേറ്റ് ആവാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ചിന്താമണി ചിക്കൻ ഉണ്ടാക്കാനെ കൊണ്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരികയാണ്. നമുക്ക് അതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയാണ്. എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടു മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയാണ്, അതൊരു 100 ഗ്രാം പൊളിച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ ചെറിയ ഉള്ളി വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളി ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റി അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി കുറച്ചിട്ട് കൊടുക്കാം. ശേഷം ഇതെന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 4-5 അല്ലി എടുത്ത് ചതച്ചതാണ്, അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കാം. ഇതിനകത്ത് നമ്മൾ പൊടിവർഗ്ഗങ്ങളൊന്നും ചേർക്കുന്നില്ല, വലുതായിട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇഞ്ചിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി. ഇനിയിപ്പോൾ ഇത് നമ്മളൊരു 20 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ആ വറ്റൽമുളക് ചെറുതാക്കിയതാണ്. ഇത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മുളകിന് പകരം മുളക് പൊടി ഇടുന്നില്ല, വറ്റൽമുളക് മാത്രമേ ഇടുന്നുള്ളൂ എരിക്ക് വേണ്ടിയിട്ട്. 20 വറ്റൽമുളകാണ്. എന്നിട്ട് അതൊന്ന് ഇളക്കണം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഉപ്പാണ്, 1 ടീസ്പൂൺ ഉപ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടാണ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് നല്ലോണം നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 20 മിനിറ്റത്തേക്ക് ഇത് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചേക്കാം. ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കണം. അടിപൊളിയായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ വറ്റൽമുളക് ഉണ്ടല്ലോ, ഈ വറ്റൽമുളക് ഇങ്ങനെ വെന്ത് അതിനകത്ത് ആ ചിക്കനകത്തോട്ട് അരപ്പായിട്ട് പറ്റണം. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നല്ലോണം ഇളക്കി കൊടുക്കാം. ഒരു ഇച്ചിരി നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാം. ചിന്താമണി ചിക്കൻ വെച്ചിട്ട് 20 മിനിറ്റായി. നമുക്കൊന്ന് എടുക്കാം. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കാം. അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട്. ഇപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഒരു അരമുറി നാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞൊഴിക്കാം. അരമുറി എടുത്താൽ മതി. നാരങ്ങ നീര് പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം.
അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മുടെ വെന്ത ഈ ചിന്താമണി ചിക്കനകത്തോട്ട് മല്ലിയിലയുണ്ട്, ഒരു 2 തലപ്പ് മല്ലിയില അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കണം. അടി കൂട്ടി ഇളക്കി വേണം. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് വാങ്ങി നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിന്താമണി ചിക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്താമണി ചിക്കൻ നമ്മൾ അടിപൊളിയായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയാണ്, നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ചിന്താമണി ചിക്കന്. അപ്പം ഇതിൻ്റെ റെസിപ്പി വളരെ ഫേമസുമാണ് തമിഴ്നാട്ടിലൊക്കെ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടായിരുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരുന്നിടം വരെ ബൈ ബൈ.